ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നൈറ്റ് ഐയുടെ LED ബൾബ് ട്രൈ ചെയ്യാൻ പോകും. പുതുതായിട്ട് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്, ആമസോണിൽ നിന്നല്ല. മാനുവലുണ്ട്. എങ്ങനെ ഇടുക ഓക്കെ, ക്ലിപ്പ് ഇടുക, നോക്കാം. DC കണക്ഷൻ, ഇത് ഇൻവോയ്സ്. നൈറ്റ് സീൽഡാണ്, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കത്തില്ലെന്ന് പറയാം. അതിനെ പാക്കിങ് ആണ്. അങ്ങനെ പ്രോഡക്റ്റ് മാനുവലിനകത്ത് ഇത് എങ്ങനെ ഇടേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. മാനുവൽ സാധനം നൈറ്റ് ഇരിപ്പുണ്ട്. ഇതുണ്ട് പ്ലഗ് ഊരിയിട്ട് പിന്നെ റബ്ബർ പുഷ് ഊരണം. വെള്ളം കയറാതിരിക്കാനുള്ള സീലിംഗ് ഉണ്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിപ്പുണ്ട്, ക്ലിപ്പ് നമ്മൾ ഊരിയിട്ട് ഇതായിട്ട് നമ്മുടെ നോർമൽ ബൾബ്. ഇതിൻ്റെ നോർമൽ ബൾബ് ഊരിയിട്ട് ഈ സാധനം എടുക്കുന്നു. ഇതിൻ്റെ ഒരു കത്തുവ നോക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മൾ ഊരിയെടുക്കാം. ലൈറ്റ് എങ്ങനെ വേണമെങ്കിൽ തിരിച്ചു വെക്കാം. ഇതിൻ്റെ ആ സീലിങ്ങിനകത്ത് ഇതിനപ്പുറത്ത് പോകണം. നമ്മളെന്താ ചെയ്യേണ്ടത്, ഊരാൻ പറ്റുമോ? ഇത് ഊരാൻ പറ്റും. നമ്മളെന്താ ചെയ്യാം, ഇത് ഊരുന്നു. അത് നമ്മളെന്ത് ചെയ്യും, ഇതിട്ടിട്ട് അടയ്ക്കും. ഇതിട്ട് കാണുന്നുണ്ടോ, ലോക്കിംഗ് പൊസിഷനുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ കയറി ഇരുന്നിട്ട് നമ്മൾ ഈ ക്ലിപ്പിട്ട് ഇതെന്താ ചെയ്യുക, ഇടാ ഈ ക്ലിപ്പ് നമ്മൾ ഇതിനകത്തിട്ട് അടച്ചു. ഉണ്ടോ, അപ്പോൾ ഇതിങ്ങനെ ഇട്ട് ക്ലിപ്പിട്ട് അടച്ച് കഴിഞ്ഞിട്ട് പിടിച്ചോ നമ്മളെന്ത് ചെയ്യുന്നു, ഈ സാമാൻ ഇതിനകത്തോട്ട് കയറ്റുന്നു. ഇതിനകത്തോട്ട് കയറ്റി വെക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മളിത് ഇതിനകത്തോട്ട് ഇതൊക്കെ ഇത് വാഷർ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. വാഷറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ വാഷർ ഇതിനകത്തോട്ട് കയറ്റിയിട്ടിങ്ങനെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് കണ്ടോ, ഈ ഒരു സ്ക്രൂ ഇതിനകത്തോട് ഇത് കയറിപ്പോകണം. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ് ഇത് കയറിപ്പോകണം. എന്താ ഇവിടെ ഇങ്ങനെ കയറി നമ്മളിത് ഒന്ന് സീലിങ് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം ബൾബ് ടൈറ്റായി. ബൾബ് കൊണ്ടുവന്ന് ഇനി നമ്മൾ വീട്ടിലേക്കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഉണ്ടോ, ബൾബ് കറക്റ്റ് അകത്ത് കയറി. ഇനി നമുക്ക് തിരിച്ച് ബൾബ് ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കും. കണ്ടേ,
ലെവൽ ചെയ്യണം. ഫ്രണ്ട് കണ്ടോ, ഇങ്ങനെയാണ് ഹൈ ബീമും ലോ ബീമും വരുന്നത്. അല്ലെ അത് തിരിച്ചിട്ട് കൊടുക്കണം. ഹൈ ബീമും ലോ ബീമും എവിടെ വരുന്നത് നോക്കട്ടെ, കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഈ കേബിള് ഇത് രണ്ടും കൂടി ഇങ്ങനെ ക്ലിപ്പ് വീഴണം. ഇത്രേ ഉള്ളൂ. ക്ലിപ്പ് വീണം. മറ്റേ ബൾബ് വേണ്ട, ഇവിടെ ഇരിപ്പുണ്ട് മറ്റേ ബൾബ്. ഇതേപോലെ തന്നെ എൻ്റെ മറ്റേനും ക്ലിപ്പ് വരും. ഓക്കെ വന്നിട്ട് ഇതിപ്പോൾ ലോയാണ്. ലോയോ ഹൈയോ? ആണോ? ഹൈ ബീമാണോ അത്? ഓക്കെ തിരിച്ചിട്ട്. ഓക്കെ ലോമോ ഹൈ ബീം ലോമും കത്തുന്നുണ്ട്. അത് രാത്രിയിലെ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഈ താഴെയാണോ മേളിലാണോ. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് അപ്പർ സൈഡും ഫിറ്റ് ചെയ്യാം. ഓക്കെ ഇത്രയേ ഉള്ളൂ, നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൈറ്റ് ഐയുടെ വെബ്സൈറ്റിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. 2300 രൂപ. നമ്മൾ കാർ ഫിറ്റ് ചെയ്യുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചത് 6500 രൂപ, 11500 രൂപ, അങ്ങനെ 15000 രൂപ, അങ്ങനെ പല റേഞ്ചിൻ്റെ. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്നത് H4 ആണ്. H4 എന്താ ഇത് എത്ര വാട്ട്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് പറയാം. ഇതാണ് എനിക്കൊന്ന് 72 വാട്ട്സ് എന്തോ മറ്റാണിത്. ഇത് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് ലൈറ്റിൻ്റെ ആവശ്യമില്ല. 72 വാട്ട്സ് മറ്റുമാണ്. 6500 കെൽവിന്. ഓർക്കുന്നില്ല കേട്ടോ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്ന ഒരു ബാറ്ററിയാണ്, ലൈറ്റാണ്. ഇത് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒരുപാടൊന്നും വേണ്ട. ഇതാണ് ഞാൻ വാങ്ങിച്ച മോഡൽ. നിങ്ങൾ നോക്കിയാൽ H4 കണക്ഷൻ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ സുസുക്കി ബലെനോയ്ക്കൊക്കെ ചേർത്തുള്ള സ്വിഫ്റ്റിന് അതിനൊക്കെ ഇതാണ്. മറ്റേ വേറെ ചില മോഡലുകൾക്ക് H7 ആണ്. നമുക്ക് വേണ്ടുന്ന H4 ആണ്. H4 നമുക്ക് ഫിറ്റാണ്. ഉരുവ മാറ്റി വെക്കുക, ഇങ്ങനെ കുറച്ചെടുക്കുക. പിന്നെ അത് ഈ ക്ലിപ്പ് ഇങ്ങനെ ഉരുവ, ബൾബിങ് ഊരിപ്പോയി. സിമ്പിൾ. ഇത് നമ്മൾ ഈ സാധനം എടുക്കുക. സാധനം എടുത്തിട്ട് ഇതിങ്ങ് ഊറണം. ഇതിന്ന് ഊരുക. ഇങ്ങനെ ഊരിയെടുക്കാം. ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ നമുക്കിത് ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് നമ്മൾ ഇതേ ഫിറ്റ് ചെയ്യണം. അതേ പൊസിഷനിൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. ഒരു കറക്റ്റ് പൊസിഷൻ ഇതിനകത്ത് കയറി നമ്മൾ ഈ ക്ലിപ്പ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു ലോക്കുണ്ട്, ഇതല്ലേ ലോക്കിനകത്ത് വീണം. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതെടുക്കുക. നമ്മൾ ഇതെടുക്കുക, ലൈറ്റ് എടുക്കുക, തിരിച്ചു പിടി. ഇതെടുക്കുക. നമ്മൾ ഈ സാധനം അകത്തോട്ട് കയറ്റിയിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് കണ്ടോ. ഈ സ്ക്രൂ ഇതിൻ്റെ ഒരു വെട്ടമുണ്ട് ഇതിനകത്ത്. ഈ സ്ക്രൂവിന് അവിടെ ഒരു വെട്ടമുണ്ട്. അതിനകത്തോട്ട് അത് കറക്റ്റായിട്ട് കയറിപ്പോവും. അതിനകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റി വിടണം. നോക്കണം അത് ഇവിടെ ഇങ്ങനെയാണ് ആ സ്ക്രൂ കണ്ടോ കയറി തിരിച്ചു വെക്കാം. ഇവിടെ നമുക്ക് ലൈറ്റ് കാണാം. നമുക്ക് കാണാം കണ്ടോ, ബൾബ് നമുക്ക് തിരിക്കാൻ പറ്റും. തിരിച്ചു കണ്ട ലെവലായില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കണ്ട ഈ പോയിന്റ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. സീലിംഗ് എല്ലാം കയറ്റി വിടുക, നന്നായിട്ട് വെള്ളം കയറാതിരിക്കാം. Oh.